ഗൈസ് നമ്മളെല്ലാവരും കൂടി ഈ ഒരുങ്ങിക്കെട്ടി സിനിമയ്ക്കൊന്നും അല്ല കേട്ടോ പോകുന്നത്. നാളത്തേക്കുള്ള കണ്ടന്റ് ഇല്ലാത്തോണ്ടാണോ അമ്മൂമ്മ? ഗൈസ് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല കേട്ടോ. അമ്മയ്ക്ക് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ചെറിയൊരു കാലുവേദന, നല്ല നീരുമുണ്ട്. അങ്ങനെ നേരെ നമ്മൾ പുനലൂർ ഹോസ്പിറ്റലിലോട്ട് പോയേക്കാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് എഴുതി. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂർ നമുക്ക് വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ 1.5 മണിക്കൂർ എങ്ങനെ ലാഭിക്കാം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് കൂക്ക് ഇവിടെ അഗാധമായ ചിന്തയിലാണ് കേട്ടോ. അവൻ്റെ ചിന്ത ചെന്ന് എത്തിയത് പിന്നെ എവിടെയാണ്? നേരെ പുനലൂർ ബേക്കറിയിലാണ്. അപ്പം ഇവിടുത്തെ ക്രീം ബൺ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എനിക്ക് സ്വീറ്റ് പൊറോട്ട കണ്ടപ്പോഴത്തേക്കിന് അങ്ങനെ നൈസായിട്ട് ഞാൻ സ്വീറ്റ് പൊറോട്ടയും വാങ്ങി അപ്പൂസിൻ്റെ പ്ലേറ്റിൽ നിന്ന് കുറച്ച് ക്രീം ബണ്ണും എടുത്തു. പിന്നെ എൻ്റെ ആങ്ങളിവിടെ മസിലും പിടിച്ചിരിപ്പുണ്ട്. ഇത് പൊതുവെയുള്ള സ്വഭാവമാണ് കേട്ടോ. ഞങ്ങളുടെ ഹിറ്റ്ലർ മാധവൻകുട്ടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. തിരിച്ചു വന്നിട്ട് നമ്മൾ റിസൾട്ടൊക്കെ വാങ്ങി ഡോക്ടറിനെ കയറി കണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് ഗൈസ് പുഷ്പയിലെ പുഷ്പരാജൊന്നുമല്ല. ഈ ഫിഗറും പിടിച്ചിട്ടിരിക്കുന്നത് വണ്ടി ഓടിക്കാൻ കൊടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ. ഗൈസ് അപ്പം നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടിട്ടുണ്ട്. അതറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യട്ടാ.